നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അന്ന് നമ്മുടെ നെറ്റിൽ നമ്മളിട്ട് ഇവിടെ റെഡിയാക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അത് പകുതി വരെ ആയപ്പോഴേക്കും ഭയങ്കര മഴയായിപ്പോയി. നമ്മൾ ഷീറ്റിട്ട് നിർത്തിയേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് നമ്മൾ തന്നെ ചെയ്തതാണ്. അതിൻ്റെ പോരായ്മകളൊക്കെ കാണാം. എന്നാലും നമുക്കിത് തന്നെ ചെയ്യാമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ കണ്ടോ, ഈ ഏറ്റവും അവിടം വരെ നമ്മൾ സൈഡിൽ കൂടി ഇട്ട് വെച്ച് കുറച്ച് ഇതുപോലത്തെ സ്റ്റോൺ വാങ്ങിച്ചു. ഈ സ്റ്റോണിന് ഒരു കല്ലിന് 25 രൂപ വെച്ചായി അല്ലേ. 25 രൂപ വെച്ച് നമ്മൾ ആ ഷീറ്റ് ഇട്ടിട്ട് നമ്മൾ കുറച്ച് ഇതിൻ്റെ ഇവിടെ മറ്റേ ബബിൾസൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചും കൂടി രസമായിരിക്കും. സോറി, പെബിൾസ് പെബിൾസ് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഇതാണ്. പെബിൾസ് ഭയങ്കര ടൈറ്റായിട്ട് നമ്മൾ അതിലോട്ട് പോയിട്ട് നമ്മൾ പിന്നെ ആ ചെറിയ മെറ്റിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഒരു തുച്ഛമായ ഒരു 1000 രൂപ താഴെ നമുക്ക് ഇതിന് ചിലവായിട്ടില്ല. 1000 രൂപ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഇവിടെ മെറ്റിൽ കിടപ്പുണ്ടായിരുന്നു, ചെറിയ മെറ്റിൽ. ബാക്കി നമ്മൾ വലിയ മെറ്റിൽ കിടന്നത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ നമ്മൾ റെഡിയാക്കിയത്. പെബിൾസ് ഇടുവാണെങ്കിൽ നല്ല അടിപൊളിയാവും കേട്ടോ. ഇതിൻ്റെ സൈഡിൽ കൂടെ പെബിൾസ് വന്നിട്ട് ഈ വൈറ്റ് സ്റ്റോൺ ആണെങ്കിൽ കുറച്ചൊന്നും കാണാൻ രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ സൈഡ് നമ്മുടെ ചെടി ഉണ്ടായിരുന്നു, അത് നമ്മൾ കളഞ്ഞില്ല, അത് എല്ലാം അവിടെ തന്നെ നിർത്തി. അപ്പം മെയിനായിട്ട് നമുക്ക് പുല്ല് കയറാതെ ഇരിക്കുക, എപ്പോഴും പുല്ല് പറിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നമ്മൾ യൂസ് ഒന്നുമില്ല, നമ്മൾ നടക്കുന്നു മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ നമുക്ക് മണ്ണായിട്ട് ഇട്ടാൽ മതിയല്ലോ. ഇപ്പോൾ ഒന്നും വെക്കുന്നില്ലാത്ത കാരണം നമ്മൾ ഇതിങ്ങനെ ആക്കി ഇടുവാണെങ്കിൽ പുല്ല് കയറുന്നത് കുറേ അടി ഷീറ്റ് ഇട്ടിട്ടാണെങ്കിൽ. നമ്മൾ ഇവിടം വരെ റെഡിയാക്കി. പിന്നെ നമ്മുടെ ഒരു പൈപ്പിൻ്റെ കഷ്ണം കിടപ്പുണ്ടായിരുന്നു, ഇച്ചിരി ആട്ടുണ്ട്, ഞാൻ തന്നെ ഫിക്സ് ചെയ്തു. ഇനി അതൊന്ന് ഉറപ്പിക്കണം. അത് നമ്മൾ കുറച്ച് ആണിയൊക്കെ അടിച്ചിട്ട് നമ്മൾ കുറച്ച് ഓർക്കിഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ഓർക്കിഡ് തന്നെ നമ്മളത് ഒരു സ്റ്റാൻഡേർഡിലോട്ട് ആക്കിയെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ പിന്നെ ഇവിടെ നേരത്തെ ഇങ്ങനെ ഒന്നിച്ച് കിടക്കുമല്ലായിരുന്നു. ഇവിടെ നമ്മളൊരു ഇഷ്ടിയൊക്കെ വെച്ച് ഒരു ഇച്ചിരി ഹൈറ്റ് ആക്കിയിട്ട് നമ്മൾ ആമ്പലല്ല താമര അവിടെ പുറകുവശത്ത് ഇടുന്നതായിരുന്നു. അത് നമ്മൾ ഇങ്ങോട്ട് വെച്ചപ്പോൾ കുറച്ചും കൂടെ ഭംഗിയായി. ചിതറി കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ ഒന്നിച്ച് കൊണ്ടുവന്നപ്പോൾ കുറച്ചും കൂടെ രസമായിട്ട് തോന്നി. ഇത് ഇവിടെ വന്നപ്പോഴാണ് ആ ഒരു താമരയുടെ ശരിക്കും ഒരു ഇത് കിട്ടി. അവിടെ ഒറ്റയ്ക്ക് അങ്ങനെ ഇരുന്നപ്പോൾ അത്ര രസമില്ലായിരുന്നു കാണാനായിട്ട്. പക്ഷെ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പം ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസമായി. പിന്നെ നമ്മൾ ഉണ്ടായിരുന്ന ഇഷ്ടിക വെച്ചിട്ട് ഈ പലക നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നു, അത് തന്നെ നമ്മൾ വെച്ച് 3 ഹൈറ്റായിട്ട് നമ്മൾ കുറച്ച് ചെടി ഉണ്ടായിരുന്ന എല്ലാം വെച്ചു. അങ്ങനെ കുറച്ച് നമ്മുടെ സ്വന്തമായ രീതിയിൽ നമ്മൾ റെഡിയാക്കി. പിന്നെ കുറേ കാണുന്ന സ്റ്റാൻഡായിരിക്കും നോക്കുന്നത്. നമ്മൾ വീട് പണിയുടെ സമയത്ത് മറ്റേ കണക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ നമ്മളത് എന്തെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒരു കാല് ഇളകിപ്പോയതാണ് നമ്മൾ ആ ഓർക്കിഡ് വെച്ചേക്കുന്നത്. അതിൻ്റെ ബാക്കി നമ്മളൊരു കമ്പി സെറ്റ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇവിടെ ഒരു എന്തെങ്കിലും വെച്ചിട്ട് ഇതിങ്ങനെ കൊച്ചിക്കള കേട്ടോ, എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ചെറിയ തൂക്കിയിടുന്ന ചട്ടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ഈ 2 വിധത്തിലും കുറച്ച് ചെടി വെക്കാമെന്ന് ഓർത്ത് സ്റ്റാൻഡ് അവിടെ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് പെയിൻറ്റ് മിച്ചം ഉണ്ടായിരുന്നു, എടുത്ത് പെയിൻറ്റ് കൊടുത്തു. അപ്പം നിങ്ങൾക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ഇതുപോലെ മിറ്റം നമുക്ക് മനോഹരമാക്കി ചെയ്യാവുന്നതാണ്. നമുക്കിങ്ങനെ 1000 രൂപ ആയെന്ന് പറയാൻ പറ്റില്ല. ഈ ഷീറ്റിന് കിലോയ്ക്ക് കിലോയ്ക്ക് ആ ഷീറ്റിന് ഈ ബ്ലാക്ക് ഷീറ്റ് നമുക്ക് കിലോയ്ക്കാണ് മേടിക്കുന്നത്. 80 രൂപയാണ് 1 കിലോയ്ക്ക്. നമ്മൾ 2 കിലോ വാങ്ങിച്ചു. അത് മൊത്തം ഇവിടെ തന്നെ ഉപയോഗിച്ചില്ല, ബാക്കി സ്ഥലത്തൊക്കെ ഉപയോഗിച്ചു. പിന്നെ ഉണ്ടായിരുന്ന മെറ്റിൽ വെച്ച് തന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കല്ലിനാണെങ്കിൽ ഒരു 25 രൂപയായിരുന്നു. 1 2 3 4 5 9 സ്റ്റോണേ വാങ്ങിച്ചുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്